घूमता रहा। തനിക്ക് പ്രതികാരം ചെയ്യുവാൻ ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായി. उसको प्रतिकार करने के लिए बहुत सारे संभव हुए, അപ്പോഴൊക്കെ താൻ ചിന്തിച്ചൊരു പദവി ഇതാണ്, और उस समय में वो ऐसा सोचकर बैठ गया, യഹോവയുടെ അഭിഷിക്തന്റെ മേൽ यहोवा के अभिषिक्त के ऊपर ഒരിക്കലും കൈവയ്ക്കുവാൻ ഇടയാകരുത്. कभी भी मैं उसके ऊपर हाथ नहीं നമ്മൾ बढ़ाऊंगा। അഭിഷേകം ചെയ്യപ്പെട്ടവരാ, हम अभिषेक पाए हुए लोग हैं, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, परमेश्वर के द्वारा चुने गए लोग അവൻ हैं। രാജാക്കന്മാരാക്കിയിരിക്കുക. परमेश्वर ने हमको राजाओं बनाकर रखा है। രാജകീയ പുരോഹിത വർഗമാ, हम राजकीय पुरोहित के वंश के लोग हैं। പ്രവാചകനാകാനും भविष्यवक्ता बनने के लिए, പുരോഹിതനാകാനും पुरोहित രാജാവാകുവാനും और राजा बनने के लिए ദൈവം നമ്മെ വിളിച്ചിരിക്കുക. परमेश्वर ने हमको बुलाया है। ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം समुद्र के पहला 11-ാം അധ്യായം, पहला इतिहास, ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം पहला इतिहास, 11-ാം അധ്യായം उसका 11वां अध्याय അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ और उसका 10वां वचन पढ़ने के समय അവർ എല്ലാ ഇസ്രായേലിനുമായി वो सारे इजराइलों में രാജ്യത്വം സംബന്ധിച്ച് राज्य के संबंध में അവന്റെ പക്ഷം മുറുകെ പിടിച്ചു. उनके पक्ष, उनकी भाग को उन्होंने पकड़ लिया, संभाल लिया। എന്താ പക്ഷം മുറുകെ പിടിക്കുന്ന വാക്യം? എന്തുവാ? इस भाग को संभाल कर रखने का मतलब क्या है? പറ്റിച്ചേർന്നിരിക്കുക. एक साथ लगे रहना है। രാജ്യത്വം സംബന്ധിച്ച് उस राज्य के संबंध അവന്റെ में പക്ഷം ചേർന്ന് നിന്നു. उनके भाग के, उनके संबंध में एक साथ हो गए। അവര് പറ്റിച്ചേർന്ന് നിന്നു. वो एक साथ मिलकर एकता आती അവൻ है। അമ്മയോട് ഇങ്ങനെ ചേർന്നിരിക്കുമോ जैसे वो बालक अपनी माँ के साथ लग जाता है, അതുപോലെയല്ല. इस प्रकार से नहीं। കരയുന്ന പ്രവാചകനായിരിക്കുന്ന और रोने वाला भविष्यवक्ता ഇരമ്യാ പ്രവാചകനോട് ചോദിക്കുമ്പോൾ एरेमिया भविष्यवक्ता से जब पूछते हैं, ഇരമ്യാ വ്യക്തമായ മറുപടി നമുക്ക് നൽകുന്നുണ്ട്. एरेमिया एकदम साफ रीति से हमको जवाब देता है। ആ ഒരു അനുഭവത്തിൽ ഇരിക്കുവാൻ നമുക്ക് കഴിയുമോ? क्या हम उस अनुभव में रह सकते हैं? ഇരമ്യാവിനെ പോലെ കരയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? क्या एरेमिया के समान हम रो कर बैठ सकते हैं? നാം ഇസ്രായേലിലാ, हम इजरायली हैं, നാം പുതിയ നിയമ ഇസ്രായേലിലാ. हम नए नियम के इजरायली हैं। നമ്മുടെ ജനത്തിന് വേണ്ടി കരയുവാൻ, हमारे लोगों के लिए रोने के लिए, നമ്മുടെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, हमारे लोगों के लिए मध्यस्थ करने के നമ്മുടെ लिए, ജനത്തിന് വേണ്ടി പക്ഷപാതം കഴിക്കുവാൻ हमारे लोगों के लिए मध्यस्थ करने के लिए ആ ഇരമ്യാവിനെ പോലെ നമുക്ക് കഴിയുന്നുണ്ടോ? क्या एरेमिया के समान हम कर सकते हैं? ഇരമ്യാവിനെ ദൈവം വിളിച്ചത് एरेमिया को परमेश्वर ने बुलाया കരയുവാനാ, रोने के लिए പൊളിക്കുവാനാ, और उसको तोड़ने के लिए, നശിപ്പിക്കുവാനാ, नाश करने के लिए। അനേക കാര്യങ്ങൾ ഇരമ്യാവിനെ വിളിച്ചു പറയുന്നുണ്ട്. कई बातें एरेमिया कहकर बोलता है, ആ ഇരമ്യാ പ്രവാചകൻ लेकिन वही एरेमिया തന്റെ भविष्यवक्ता പുസ്തകത്തിൽ उसके किताब में 13-ാം അധ്യായം उसके 13वें अध्याय में അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ और उसका 11वां वचन में ഇങ്ങനെ പറയുന്നുണ്ട്. ऐसा बोलता है, ഇരമ്യാ 13-11 एरेमिया का 13 का 11, ഒരു कच्च एक कमर മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ एक लुंगी मनुष्य के कमर से कैसे कसी जाती है, എങ്ങനെ പറ്റിയിരിക്കണം എന്നാ പറയുന്നത്? कैसे कसी जाती है। ഒരു കच्च, एक धोती, ഒരു അണ്ടർ ഗാർമെന്റ് एक अंदर पहनने वाला वस्त्र മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ मनुष्य के उस शरीर के साथ जैसे कसकर लगा रहता है, അതിൽ ബലമില്ല. और ये अगर कसकर नहीं बांधेंगे तो बल नहीं है। ധരിക്കാൻ കഴിയുന്നെങ്കിൽ ബലമില്ല. अगर इसको नहीं पहनते हैं तो सामर्थ्य नहीं है। പട്ടാളക്കാർ എന്തെല്ലാം ചെയ്താലും और सैनिक कुछ भी करे അവരാദ്യം അര മുറുക്കുക. और सबसे पहले वो कसकर बांधते हैं। ഇവിടെ പറയുന്നത് यहाँ पर लिखा है ഒരു കच्च एक 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 धोती മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ उस व्यक्ति के, एक मनुष्य के कमर के साथ कैसे कसकर बांधता जाता ഞാൻ है। ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും, मैं इजराइल के सारे घराने को യഹൂദ ഗൃഹത്തെ മുഴുവനും, और यहूदा के सारे घराने को എനിക്ക് ജനവും
और अपने लोगों को എനിക്ക് കീർത്തിയും मेरे नाम के लिए, എനിക്ക് പ്രശംസയും मेरे शोभा के कारण എനിക്ക് മഹത്വവും और मेरी महिमा के लिए എനിക്ക് അലങ്കാരവും और मेरे शोभा के लिए ആകേണ്ടതിന് बनाने के लिए എന്നോട് പറ്റിയിരിക്കുമാറാക്കി मेरे साथ कसकर रखा है। അടുത്ത 3 ദിവസക്കാലം और अगले 3 दिनों में നാം ദൈവത്തോട് പറ്റിയിരിക്കുക, हम परमेश्वर के साथ कसकर बांधे जाना है। അതിനുവേണ്ടി ഒരുങ്ങി ഞാനും വന്നിരിക്കുക. और उसके लिए तैयार होकर मैं भी यहाँ पर आया എങ്ങനെ हूँ। പറ്റിയിരിക്കണം? किस प्रकार से लगे रहना है? കച്ച മനുഷ്യന്റെ ശരീരത്തോട് പറ്റിയിരിക്കുന്നത് പോലെ जैसे एक धोती एक मनुष्य के कमर में जैसे कसकर बांधी जाती है। ക്രിസ്തുവിന് താതാമ്യം പ്രാപിക്കാൻ നമുക്ക് കഴിയുമോ? क्या मसीह के साथ हम उस भाग को उस अवस्था को पाने की अवस्था रखते हैं? അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ अगर ऐसा है तो അവിടെ പറയുകയാണ്, वहां पर लिखा है, ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനെയും, मैं इस्राएल के सारे घराने ഞാൻ യഹൂദ ഗൃഹത്തെ മുഴുവനെയും, और यहूदा के सारे घराने को സ്തുതിക്കുന്നവരെ മുഴുവനെയും, और स्तुति करने वाले सभी लोगों को, ആരാധിക്കുന്നവരെ മുഴുവനെയും, आराधना करने वाले सभी लोगों को, പകരം നിൽക്കുന്നവരെ മുഴുവനെയും, और मध्य बिछुआई करने वाले सारे लोगों को, കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റുന്നവരെ മുഴുവനെയും, और जो खड्डे में पड़े हैं उनको उभारने वाले सभी लोगों को। യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം അതാ. यहूदा का जो शब्द का मतलब यही है। യഹൂദ കേവലം ഒരു വ്യക്തിത്വത്തിന്റെ പേർ മാത്രമല്ല, यहूदा केवल एक व्यक्ति का नाम केवल नहीं है, കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റുന്നവനാ, और वो खड्डे में से निकालने वाला व्यक्ति। ഫറവോന്റെ മുൻപിൽ फिरौन के सामने ബെന്യാമീന് പകരമായി बिन्यामीन के बदले में ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞവനാ. वो उसने ये कहा कि मैं उसके बदले में तेरे साथ रहता അവൻ हूं। സ്തുതിക്കുന്നവനാ. और यहूदा स्तुति करने वाला है। അവന്റെ ജന്മത്തിൽ തന്നെ उसके जन्म में ही അവന്റെ അമ്മ അവന് പേരിട്ടു, उसके मां ने उसका नाम रखा। ഞാൻ ദൈവത്തെ അധിക സ്തുതിക്കുമെന്ന് പറഞ്ഞ് യഹൂദ എന്ന പേര് കൊടുത്തു. मैं परमेश्वर को और ज्यादा स्तुति करूंगी कर उसका नाम यहूदा रखा। ഇടിവിൽ നിൽക്കുന്നവനാ. और वो बीच में खड़ा रहने वाला, मध्यस्थ करने वाला ദൈവത്തിന്റെ है। പൈതലേ, परमेश्वर के लोग നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി, हमारे सहविश्वासियों के നമ്മുടെ लिए, രാജ്യത്തിന് വേണ്ടി, हमारे राज्य के लिए, കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി, परमेश्वर के काम को करने वाले परमेश्वर के दासों നമ്മുടെ के लिए, തലമുറയ്ക്ക് വേണ്ടി, हमारी पीढ़ी के लिए, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, हमारी कलीसिया के लिए, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, हमारे राज्य के लिए, അധികാരികൾക്ക് വേണ്ടി अधिकारियों के लिए ഒരു മധ്യസ്ഥത അണയ്ക്കുവാൻ, एक मध्यस्थता करने के ഒരു लिए, പകരക്കാരനാ നിൽക്കുവാൻ एक बिछुआई करने के लिए നമുക്ക് കഴിയുമോ? क्या हमसे हो सकता है? അതോ കേവലം കടന്നു വന്ന് ആരാധിച്ചു പോകുന്നവരായി തീരുകയാണോ? क्या हम केवल यहाँ पर आकर आराधना कर लौटने वाले लोग നല്ല बनते हैं? പാട്ടുകളുണ്ട്, अच्छे गीत നല്ല हैं, വചനമുണ്ട്, अच्छा वचन है, നല്ല വസ്ത്രം ധരിക്കാനുണ്ട്, अच्छे कपड़े पहनने के लिए നന്നായി है, ഭക്ഷിക്കാനുണ്ട്. और अच्छी तरह से खाना खाने के लिए है। ഇതൊന്നുമല്ല നമുക്ക് പ്രത്യേകത, ये सारी बातें हमारी प्रत्याशा नहीं है। ഇതൊന്നുമല്ല നമുക്ക് വലുത്. ये सब कुछ बड़ी बातें हमारे लिए नहीं है। എന്റെ രാജ്യത്തിന് വേണ്ടി, मेरे राज्य के लिए, ഞങ്ങളുടെ കർത്തൃദാസന്മാർക്ക് വേണ്ടി, हमारे परमेश्वर के दासों के लिए, നമ്മുടെ സഭകൾക്ക് വേണ്ടി, हमारी कलीसियाओं के लिए, നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടി हमारी अगुवाओं के लिए, ഒന്ന് പകരക്കാരൻ നിൽക്കുവാൻ, क्या बिछुआई करने के लिए, मध्यस्थ करने ഒന്ന് के ഇടിവിൽ लिए, നിൽക്കുവാൻ बीच में खड़े रहने के लिए നമുക്ക് കഴിയുമോ? क्या हमसे हो सकता है? കർത്താവ് പറയുന്നു, प्रभु कहता है, ഞാൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. मैं तो आशीष देने वाला परमेश्वर हूं। ആരെയാണ്? किसको? വഴിയെ പോകുന്നവരെ അല്ല, रास्ते में जाने वाले व्यक्ति के लिए ഇവിടെ नहीं, ക്രിസ്ത്യാനികളെ അല്ല, मसीह लोगों को नहीं, നമ്മളെ അല്ല, और हमको भी नहीं, വേർപെട്ട് अलग होकर വിശുദ്ധിയോടെ, पवित्रताई में, വിശ്വസ്തയോടെ, विश्वास योग्यता के साथ എല്ലാം നിന്റേതാന്ന് മാത്രം ചിന്തിച്ച് सब कुछ तेरा है करके सोचने वाला, ദൈവത്തോട് പറ്റിയിരിക്കുന്ന परमेश्वर के साथ कसकर लगे रहने वाले लोग, വ്യക്തിത്വങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാ. वैसे लोगों को आशीष देने वाला परमेश्वर। കഴിഞ്ഞ 2 ദിവസക്കാലമായി पिछले 2 दिनों से പ്രിയ അപ്പച്ചനിൽ നിന്ന്, परमेश्वर के दास से, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് उत्पत्ति के किताब से ഒത്തിരി ചിന്തകൾ എനിക്ക് തന്നു. बहुत सारे विचार परमेश्वर ने मुझे ഞാൻ दिए। ഒരു പേപ്പറും പേനയുമായിട്ടാണ് വരുന്നത്. मैं हमेशा एक पेपर और पेन के साथ आता हूँ। ഞാൻ പഠിച്ചിട്ടുണ്ട്, मैंने पढ़ा है, പ്രസംഗിക്കാൻ അറിയാം, मैं प्रचार करना भी जानता हूँ, ബഹുമാന്യ കർത്തൃദാസൻ വരുന്ന लेकिन परमेश्वर के आदरणीय दास के द्वारा मिलने वाला, പ്രാർത്ഥിച്ച്
ആലോചന വാങ്ങിക്കൊണ്ടുവരുന്ന और प्रार्थना करके जो सलाह के रूप में मिलता है, അതെനിക്കൊരു അനുഗ്രഹമാ. वो मेरे लिए एक अनुग्रह है, आशीष है. ഞാനത് മുഴുവൻ എഴുതിയെടുക്കും. मैं वो सारी बातों को लिख कर ഞാൻ लेता हूँ. മുറിക്കകത്ത് പോകുമ്പോൾ और जब मैं अपने कमरे में जाता हूँ, ഒറ്റയ്ക്കിരിക്കുക, അവിടെ अकेले में वहां पर बैठता हूँ ദൈവത്തോട് ചേർന്നിരിക്കുക. और परमेश्वर के साथ लगा ഇത് रहता ഞാൻ हूँ. ദൈവകരങ്ങളിലേക്ക് കൊടുക്കും. और ये मैं परमेश्वर के हाथों में देता കർത്താവ് हूँ. എന്നെയും हे प्रभु मुझे भी, എന്നെയും हे प्रभु मुझे ഇതുപോലെ इसी प्रकार से നിനക്ക് ഉപയോഗിക്കാൻ കഴിയും. तू मुझे इस्तेमाल कर सकता है. നമ്മൾ എത്ര പേര് എഴുതിയെടുക്കുന്നുണ്ട് വചനം? हम में से कितने लोग इन वचनों को लिख कर लेके जाते ഒരു हैं? കാതിൽ കൂടെ കേട്ടും അതിൽ കാതിൽ കൂടി പുറത്തു പോവുകയല്ലേ ചെയ്യുന്നത്? क्या हम एक कान से सुनते हैं और दूसरे कान से निकाल नहीं देते हैं? മറിയ ചെയ്തതുപോലെ मरियम ने जैसे किया, ഹൃദയത്തിൽ സംഗ്രഹിക്കണം. उसको हमारे हृदय के अंदर उसको संभाल कर रखना അത് है. പറ്റിയിരിക്കുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ. ये केवल उन लोगों से ही हो सकता है जो അതിന് कस कर रहते हैं. പറ്റിയിരുന്നാൽ लेकिन अगर हम उसके ഇവിടെ साथ लगे रहे, വായിക്കുകയാണ്, यहाँ पर हम पढ़ते हैं, അവരെനിക്ക് ജനമായിരിക്കും, वो मेरी प्रजा बनेंगे എനിക്ക് കീർത്തിയാ, और वो मेरे कीर्ति होंगे എനിക്ക് പ്രശംസയാ, और वो मेरे नाम की महिमा होंगे എനിക്ക് അലങ്കാരമാ. और वो मेरी शोभा के कारण ठहरेंगे. അതിനുവേണ്ടിയാ പറ്റിയിരിക്കുന്നത്. इसके कारण हम उसके साथ लगे रहते നമുക്ക് हैं. പ്രാപിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? क्या हम प्राप्त करने के लिए कर सकते हैं? നമുക്കത് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? क्या हम इन बातों को प्राप्त कर सकते हैं? അഹങ്കാരിയായ രാജാവിനെ वो अहंकारी राजा को പുല്ല് തിന്നുന്ന മൃഗത്തെ പോലാക്കി घास खाने वाला एक जानवर के समान ദൈവത്തിന്റെ സമയത്ത് परमेश्वर के समय पर, അവൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ और वो जब आकाश की ओर देखा, അവന് നഷ്ടപ്പെട്ട മഹത്വം മടക്കി കൊടുത്തു. उसने जो महिमा को नाश किया था उसको उसने लौटाया. അവന്റെ പ്രഭുക്കന്മാർ അവനെ അന്വേഷിച്ചു വന്നു. उसके प्रभुओं, उसके राज्य के बड़े लोग, नेताएं उसको ढूंढ कर गए. വീട്ടിൽ പോയിട്ട് ദാനിയേൽ പുസ്തകം 4-ാം അധ്യായത്തിൽ 35-ാം വാക്യം വായിച്ചു നോക്കണം. घर पे जाकर दानियल के 4थे अध्याय उसके 35वें वचन को जाकर पढ़ कर देखना. പ്രഭുക്കന്മാർ അന്വേഷിച്ചു വന്നു. उसको उसके देश के प्रभुओं ने वो उसको ढूंढ कर आए അവന്റെ രാജ്യം യഥാസ്ഥാനപ്പെട്ടു. और उसके राज्य के उस पदवी में उसको वापस लौटा दिया. ദൈവത്തെ മറക്കാനല്ല, परमेश्वर को भूलने के लिए नहीं, ദൈവത്തോട് പറ്റിയിരിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. परमेश्वर के साथ लगे रहने के लिए परमेश्वर ने बुलाया है. ആവർത്തന പുസ്തകം व्यवस्था विवरण 4-ാം അധ്യായം और उसका 4था അതിന്റെ अध्याय 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ और उसका 4था वचन जब पढ़ते हैं, ആവർത്തനം 4:4 व्यवस्था विवरण 4 का 4, എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് परंतु तुम अपने परमेश्वर यहोवा के साथ പറ്റിച്ചേർന്നിരുന്ന लिपटे रहोगे तो നിങ്ങളൊക്കെയും तुम सब के सब ഇന്ന് ജീവനോടിരിക്കുന്നു. आज जीवित रहे हो. എത്ര പേര് നമുക്ക് മുൻപായി പോയി? हमारे आगे कितने लोग चले गए? കഴിഞ്ഞ ദിവസം അപ്പച്ചൻ പാടിയൊരു പാട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർക്കുന്നറിയില്ല. पिछले दिन में जो परमेश्वर के दास ने जो गीत गाया, वो कितने लोग याद करते हैं मुझे मालूम नहीं. എന്നിൽ ശക്തർ തകർന്നു പോയ മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. मेरे से श्रेष्ठ, मेरे से ज्यादा संत लोग नाश हुए इस जगह पर हम खड़े हैं. എന്തുകൊണ്ട് ദൈവം ഇന്ന് പ്രഭാതത്തെ ജീവനോട് നമ്മൾ ഇവിടെ ശേഷിപ്പിച്ചു? क्यों कर परमेश्वर ने हमको जीवित रखकर यहाँ पर बचाकर लेकर आया है? നമ്മളെ ശേഷിപ്പിച്ചിരിക്കുക. क्यों कर परमेश्वर ने हमको बचाया है? ശേഷിപ്പിക്കുന്ന വാക്കിന്റെ അർത്ഥം വാസ്തവത്തിൽ എന്തുവാ? बचाकर रखने का असली मतलब क्या है? ഒരു ബാലൻസ് ആക്കി വെച്ചിരിക്കുക. एक बाकी रखने का बात. ചെലവ് ചെയ്തത് മുഴുവൻ പോയി, जो खर्च कर दिया वो सब कुछ निकल गया. ബാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുക. जो बाकी रकम है उसको संभाल कर रखा है. എന്തിനാ ദൈവം നമ്മളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? परमेश्वर ने क्यों हमको संभाल कर रखा है? എന്തിനു വേണ്ടിയാ കർത്താവ് നമ്മെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? परमेश्वर ने क्यों हम कुछ लोगों को संभाल कर रखा है? അങ്ങനെയാണ്. वहां पर इस प्रकार से पढ़ते हैं, യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന यहोवा के साथ लिपट कर रहेंगे तो നിങ്ങളൊക്കെ ജീവനോടിരിക്കുന്നു. तुम, इसके कारण तुम सभी लोग जीवित रहे हो. നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാ, हमारा परमेश्वर जिलाने वाला परमेश्वर है. തകർക്കുന്ന ദൈവമല്ല.
वो तोड़ने वाला परमेश्वर नहीं, ഉടയ്ക്കുന്ന ദൈവമല്ല, वो तोड़ने वाला परमेश्वर नहीं, താഴ്ത്തുന്ന ദൈവമല്ല, वो नीचा करने वाला परमेश्वर नहीं, ഉയർത്തുന്ന ദൈവമാ, ऊंचा करने वाला है, മാനിക്കുന്ന ദൈവമാ, आदर करने वाला है, കരങ്ങൾ വഹിക്കുന്ന ദൈവമാ. हाथों में उठा लेने वाला परमेश्वर है. എന്ത് ചെയ്യണം? उसके लिए हमें क्या करना അത് നാം है? എന്ത് ചെയ്യണം? उसके लिए हमें क्या करना है? 13-ാമത്തെ അധ്യായം, ആവർത്തനം 13, व्यवस्था विवरण 13वां अध्याय അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ और उसका 5वां वचन जब पढ़ते हैं, 13-5, व्यवस्था विवरण 13 का 5, നിങ്ങളുടെ ദൈവമായ യഹോവയെ तुम्हारे परमेश्वर यहोवा को നിങ്ങൾ അനുസരിച്ച് उसकी बात को मानकर ഭയപ്പെട്ട് भय के साथ അവന്റെ കൽപ്പന പ്രമാണിച്ച് उसकी आज्ञाओं को मानने से, അവന്റെ വാക്ക് കേട്ട് उसके वचन को सुनकर അവനെ സേവിച്ച് उसकी सेवा करके അവനോട് ചേർന്നിരിക്കണം. उसके साथ लगे रहना है. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? हम किसके लिए जीते हैं? ഭാര്യയ്ക്ക് വേണ്ടിയാണോ? क्या पत्नी के लिए, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ? बच्चों के लिए, അതോ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയാണോ? क्या पैसा कमाने के लिए? ദൈവം തരാത്ത സമ്പാദ്യം നിലനിൽക്കയില്ല. परमेश्वर जो कमाई, जो पैसा नहीं देता है, वो कभी भी हमारे पास ठहरेगा नहीं. എനിക്ക് കുടുംബമുണ്ട്, मेरे लिए परिवार है, ഞാനത് വിട്ടിട്ടാ വന്നിരിക്കുന്നത്. मैं उस परिवार को छोड़कर यहाँ पे आया हूँ, ചിന്തയേ ഇല്ല. लेकिन मुझे उनके बारे में चिंता ही नहीं, ഞാൻ ആ കാര്യം കർത്താവിന്റെ കയ്യിൽ കൊടുത്തിരിക്കുക. क्योंकि मैंने वो बात, वो चिंता को परमेश्वर पे सौंप दिया है. ഒന്നെനിക്ക് ആവശ്യമാ, मुझे एक बात की जरूरत है, എന്റെ ദൈവത്തെക്കാൾ ഭയപ്പെടുവാൻ, मेरे परमेश्वर के डर में, എന്റെ ദൈവത്തെക്കാൾ സ്നേഹിക്കപ്പെടുവാൻ, मेरे परमेश्वर से ज्यादा प्रेम करने के എന്റെ लिए, ദൈവത്തെക്കാൾ ബഹുമാനിക്കപ്പെടുവാൻ, मेरे परमेश्वर से ज्यादा आदर करने के എന്റെ लिए, ദൈവത്തെക്കാൾ അനുസരിക്കുവാൻ मेरे परमेश्वर से बढ़कर आज्ञा मानने ഈ के लिए ലോകത്തിൽ ആരും എനിക്കില്ല. इस दुनिया में और कोई भी मेरे लिए नहीं है, നമുക്കുണ്ടാകരുത്. और हमारे लिए ऐसा होना भी नहीं चाहिए. വായിക്കുന്നത് അങ്ങനെയാ, वचन इस प्रकार से लिखा है, നിങ്ങൾ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് तेरे परमेश्वर यहोवा की बातों को मानकर, ഭയപ്പെടുകയും भय के साथ അവന്റെ കൽപ്പന പ്രമാണിച്ച് उसकी आज्ञाओं को मानकर, അവന്റെ വാക്ക് കേട്ട് उसके वचन, उसके बात അവനെ सुनकर, സേവിച്ച് उसकी सेवा करके അവന് പറ്റിയിരിക്കണം. उसके साथ लिपटे रहना है, പറ്റിയിരിക്കണം. उसके पीछे, उससे लिपटे रहना है. തന്നെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ उस वो दिखाने वाले रात को, ഇന്ന് രാത്രി ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചാട്ടെ, उसने सोचा कि मैं ഞാൻ आज मर जाऊंगा, അങ്ങനെ ചെയ്ത് ഇന്ന് രാത്രി ഞാൻ മരിക്കാൻ പോവുകയാണ്. आज रात को मेरी मृत्यु होने वाली है. ചിന്തകൾ എന്റെ മനസ്സിൽ കൂടി വരുന്നത്, मेरे दिमाग में कितने विचार आएंगे. യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ यीशु को जिस रात को पकड़वाया गया, തമ്പുരാന് നന്നായിട്ടറിയാം എന്റെ അവസാനത്തെ രാത്രിയാന്ന്. प्रभु बराबर जानते थे कि ये मेरे आखिरी रात है. അടുത്ത പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നത് എനിക്ക് വേണ്ടി അല്ല എന്നറിയാം. अगला सुबह मेरे लिए नहीं है, मैं वो नहीं देख पाऊंगा करके बराबर जानते थे. ആ രാത്രി उस रात को മൽക്കോസിന്റെ മാളികമുറിയിൽ मरकुस के उस ऊपरी कोठरी में, താൻ ഒരുക്കിയ വിരുന്നിനോട് ചേർന്ന് और उसने जो जौनहार तैयार किया था वो उसके साथ താൻ സ്നേഹിച്ച ഒരു ശിഷ്യൻ में उसने प्रेम किया हुआ एक चेला യേശുവിന്റെ മാറോട് ചേർന്നിരുന്നു. यीशु के कलेजे के साथ, छाती के साथ लिपट गया. താളവും हृदय की गहराई, ഹൃദയത്തിന്റെ ലയവും हृदय की अंदरूनी बातें, ഹൃദയത്തിന്റെ സ്പന്ദനവും ये हृदय की धड़कन, സ്വന്തം കർണപടങ്ങൾ ഒപ്പിയെടുക്കുവാൻ उसके खुद के वो खुद महसूस कर सका. इस प्रकार से, इस प्रकार से लिपट गया. ഈ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് കഴിയുമോ? क्या इस प्रभु के साथ हम इस प्रकार से लिपट कर रह सकते हैं? ഷൈഡാദിബലപരുജലലകാരം അസ്തന്തലബലമൗ ഷൈഡാബ ദീപാകാര റൂജാകാര ഒന്ന് ചേർന്നിരിക്കുവാൻ, एक लिपट कर रहने की अवस्था, एक लिपटने की अवस्था, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ परमेश्वर की आवाज को सुनने के लिए നമുക്ക് കഴിയുമോ? क्या हमसे हो सकता है? നമുക്ക് കഴിയുമോ? क्या हमसे हो सकता है? അതിനു വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്. हम इसी बात का इच्छा रखना है. ജീവിക്കേണ്ടത് അതിനു വേണ്ടിയാ. हम केवल इसी के लिए जीना है. നാം കാത്തിരിക്കേണ്ടത് അതിനു വേണ്ടിയാ. हम केवल इसी बात के लिए प्रत्याशा रखना है. ദാവീദിനുണ്ടായ വീരന്മാർ दाऊद के लिए जो वीर थे, ഒരിക്കലും മരണത്തെ ഭയപ്പെടുന്ന വ്യക്തിത്വങ്ങളായിരുന്നില്ല. वो कोई भी वीर कभी भी मृत्यु से डरते नहीं थे. മരണത്തെ ഭയപ്പെട്ടോ जो मृत्यु के लिए भय, जो डर गया, അവനൊരു പട്ടാളക്കാരൻ നിൽക്കാൻ കഴിയില്ല. वो कभी भी सेना में भाग नहीं ले सकते हैं. അവന് ദാവീദിന് ദാഹിച്ചപ്പോൾ जब दाऊद को प्यास लगा,
അതിന് 11-ാം അധ്യായം, 1 11-ാം അധ്യായം पहला इतिहास उसका അതിന് 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 11वां अध्याय 11वां का 15 से पढ़ेंगे। पहला इतिहास 11 का 15। ദാവീദിന് ദാഹിച്ച് जब दाऊद को प्यास लगा അവൻ തളർന്ന് और वो थक गया, ആ സന്ദർഭത്തിൽ उस समय में 3 വീരന്മാർ 3 शूरवीर ബേത്ലഹേമിലെ പട്ടണവാതിൽക്കലുള്ള बेथलेहम के उस द्वार में ഒരു കിണറ്റിൽ നിന്ന് एक कुएं में से ശൗലിനെയും തന്റെ പരിവാരത്തെയും ഭയപ്പെടാതെ, शाऊल और उसकी सेना को डरे बिना, ആ രാജ്യത്തെയും രാജാധിപതിയെയും ഭയപ്പെടാതെ उस देश के राजा और उसके सेना से डरे बगैर വെള്ളവുമായി ദാവീദിന്റെ അടുക്കൽ കടന്നു വന്നു. वो उस कुएं से पानी लेकर दाऊद के पास आते हैं। അതിന് 19-ാം വാക്യം വായിക്കുമ്പോൾ जब उसके 19वें वचन में पहुंचते हैं, ദൈവത്തോട് പറയുന്ന ഒരു പദമുണ്ട്. दाऊद परमेश्वर से कहने वाला पर एक ഇത് वाक्य है, ചെയ്യുവാൻ എന്റെ ദൈവം എനിക്ക് സംഗതി വരുത്തരുത്. ऐसा करने के लिए परमेश्वर तो मुझे ऐसी बातों से दूर रखें। ദാഹിച്ചിരിക്കുന്നവര് വെള്ളം കൊണ്ട് കൊടുത്താൽ, एक प्यासा व्यक्ति को जब पानी लेकर जाकर देते हैं, നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? हम होते तो क्या करते? ഒറ്റ പിടിപ്പിക്കുന്ന മൊത്തം തീർത്തേനെ. एक ही घुट में सारा पानी पी जाते। പക്ഷെ ദാവീദ് ചിന്തിച്ചു, लेकिन दाऊद ने सोचा, സ്വന്തം പ്രാണനെ ഭയപ്പെടാതെ, अपनी खुद के जान के परवाह किए बगैर, പ്രാണനെ ഭയപ്പെടാതെ अपने खुद के जान के लिए डरे बगैर, ആ ബേത്ലഹേമിലെ കിണറ്റിൽ നിന്ന് उस बेथलेहम के कुएं में से എനിക്ക് വെള്ളം കൊണ്ടുതന്ന ഈ 3 വീരന്മാർ, मुझे पानी दिए हुए ये 3 शूरवीर हैं, അവർ മരണത്തെ ഭയപ്പെടാതെ ये लोग पर मृत्यु का डर नहीं रखा। ചലമുട് മരിക്കട്ടെ. हम मर जाए तो भी चलेगा। നമ്മളാരാ? हम कौन हैं? ദൈവത്തിന്റെ മക്കളല്ലേ? हम परमेश्वर के प्रजा हैं। എബ്രായർ 2:14 വായിക്കുന്നുണ്ട്. हिब्रानी 2:14 2 का 16 में लिखा है, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയിരിക്കൊണ്ട്. बच्चे अपने रक्त के संबंध के साथ रहने के समय, അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, वहां पर बड़े साफ रीति से നമ്മൾ लिखा है, ആരാ? हम कौन हैं? ദൈവത്തിന്റെ മക്കളാ. परमेश्वर के प्रजा है, परमेश्वर के ജഡരക്തങ്ങളോട് संतान है। കൂടിയവർ, ജഡരക്തങ്ങളോട് കൂടിയവർ जो ആകൊണ്ട് इसके लिए लड़के जो मांस और लहू के भागी हैं, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ मृत्यु के उस अधिकारी शैतान के साथ തന്റെ മരണത്താൽ നീക്കി, अब उसके मृत्यु से हटाए गए, അടിമകളാ ജീവപര്യന്തം അടിമകളായിരുന്നവരെയൊക്കെയും उनको जीवन भर उनको दास बनाकर ആ മരണത്തിൽ നിന്ന് വിടുവിച്ചു. उनको उस जीवन भर के उस मृत्यु से उनको छुड़ा लिया। നമ്മളെ കുറിച്ച് പറയുക, हमारे बारे में यहाँ पर लिखा है, ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം. अगर जीना है तो प्रभु के लिए जीना है, തലമുറയ്ക്ക് വേണ്ടി ജീവിക്കാനല്ല, बच्चों के लिए नहीं, ഭർത്താവിന് വേണ്ടി ജീവിക്കാനല്ല, पति के लिए नहीं, ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കാനല്ല, पत्नी के लिए नहीं। ജീവിക്കുന്നെങ്കിൽ എന്റെ കർത്താവിന് വേണ്ടി, अगर जीना है, जिंदा रहना है तो प्रभु के लिए, മരിക്കുന്നെങ്കിൽ എന്റെ കർത്താവിന് വേണ്ടി. और अगर मरना है तो प्रभु के लिए। മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മാറ്റി, मृत्यु के अधिकार पाए हुए शैतान को हटाकर, മരണത്തിന്റെ അധികാരി പിശാചല്ല, अभी मृत्यु का अधिकारी शैतान नहीं है। ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല സ്വർഗാദി സ്വർഗം വിട്ട് കർത്താവ് വന്നത്. स्वर्ग दूतों को सुरक्षित रखने के लिए स्वर्ग मेरा राजादी राजा परमेश्वर स्वर्ग छोड़कर इधर नहीं आया। നമ്മുടെ അപ്പച്ചന്റെ ഭാഷയെ പറഞ്ഞാൽ, और हमारे परमेश्वर के दास के भाषा में कहे तो അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കുവാൻ, अब्राहम के पीढ़ियों को बचाने के लिए, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ, अब्राहम के संतानों को संभालने के लिए। Praise the Lord. हालेलुया, Praise the Lord. हालेलुया, Praise the Lord. हालेलुया, Hallelujah. हालेलुया। കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് मैं कुछ दिनों के पहले മുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ जब मैं कमरे में प्रार्थना कर रहा था, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. परमेश्वर की आत्मा ने मुझसे बात किया। ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. जब मैं इस कलीसिया के लिए प्रार्थना कर रहा था, ഞാൻ ഒരു അപ്പനെ പോലെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചു. एक पिता के रूप में मैं प्रार्थना करने वाले ഈ परमेश्वर के दास के लिए प्रार्थना कर रहा था, എല്ലാ കത്തുദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. और इस कलीसिया के साथ काम करने वाले सारे सेवकों के लिए प्रार्थना कर रहा था। ദൈവം ഒരു വാക്യം എനിക്ക് തന്നത്, परमेश्वर ने एक वाक्य मुझे दिया। സെഖര്യാ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. जकरिया 10 का 11 मुझे दिया। കഷ്ടതയുടെ कष्ट में സമുദ്രത്തിന്റെ ഓളത്തെ അവൻ അടിച്ചു.
कष्ट के साथ वो समुद्र की गहराई तक पहुंच गया, അവൻ അതിനെ അടിച്ചു. वो वहां तक पहुंच गया നീലനദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോയി. और नदी के सारे पानी वो गहराई सूख गए. അശ്ശൂരിന്റെ ഗർവത്തെ ദൈവം മാറ്റി. अशूर के घमंड को उसने निकाल दिया. അവിടെ വായിക്കുകയാണ്, वहां पर हम देखते हैं, ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും. और मैं उनको यहोवा में सामर्थ देता हूं. ദൈവത്തിൽ ബലപ്പെടുത്തുവാൻ, परमेश्वर में बल पाने के लिए, യഹോവയിൽ ബലപ്പെടുത്തുവാൻ. यहोवा में बल पाने के लिए. ദൈവം നമ്മുടെ ബലമാണോ? क्या यहोवा हमारा बल है? ആ ദൈവത്തിൽ ബലപ്പെടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? क्या उस परमेश्वर में बल पाने के लिए हमसे हो सकता है? उतना ही नहीं, ഇത് നമ്മളെ ഭരിക്കുന്ന മിസ്രയീമിന്റെ ചെങ്കോൽ, ये जो മിസ്രയീമിന്റെ ഈജിപ്തിന്റെ मिस्र के बंधुआई അത് ദൈവം മാറ്റാൻ പോവുകയാണ്. मिस्र के इस बंधुआई को, इस जंजीर को परमेश्वर हटाएगा. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും. मैं उनको यहोवा में बल दूंगा. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറയാമോ, ഞാൻ യഹോവയിൽ ബലപ്പെടും. और अपने बाजू में बैठने वाले व्यक्ति के साथ आप मिलकर बोल सकते हैं, मैं यहोवा में बल पाऊंगा. ഞാൻ യഹോവയിൽ ബലപ്പെടും. मैं यहोवा में बल पाऊंगा. എനിക്കെതിരെ നിൽക്കുന്ന, मेरे विरुद्ध खड़े होने वाले, തലമുറയ്ക്കെതിരെ നിൽക്കുന്ന, मेरे संतानों को विरुद्ध खड़े होने वाले, കുടുംബത്തിനെതിരെ നിൽക്കുന്ന, मेरे परिवार के सामने खड़े होने वाले, ജീവിതത്തിനെതിരെ നിൽക്കുന്ന, मेरे जीवन के विरुद्ध खड़े होने वाले, വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന, मेरे विश्वास के विरुद्ध खड़े होने वाले, ലജ്ജിക്കും. शत्रु हार जाएगा, लज्जित हो जाएगा. യഹോവയിൽ ബലപ്പെടും. लेकिन मैं यहोवा में बल पाऊंगा. ബലപ്പെടും. मैं यहोवा में बल पाऊंगा. ഞാൻ യഹോവയിൽ ബലപ്പെടും. मैं यहोवा में बल पाऊंगा. Praise the Lord. हालेलुया. അത് മാത്രമല്ല, उतना ही नहीं, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, वहां पर ऐसा पढ़ते हैं, ഹല്ലേലൂയ, हालेलुया, അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കും. वो उनके नाम से चलेंगे. നാം ആരുടെ നാമത്തിലാ? हम किसके नाम से? ആരുടെ നാമം നമ്മുടെ മേൽ എഴുതിയിരിക്കുന്നത്? हमारे ऊपर किसका नाम लिखा हुआ है? നമുക്കൊരു പുതിയ പേര് ദൈവം തരുന്നുണ്ട്. हमको एक नया नाम परमेश्वर देता है. പുതിയ നാമം ദൈവം വെച്ചിട്ടുണ്ട്. हमको एक परमेश्वर ने नया नाम रखा है. ഇപ്പൊ നമുക്കറിയില്ല. वो अभी हम नहीं जानते हैं. എന്നാൽ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരുവൻ, लेकिन तीसरे स्वर्ग तक उठा लिया गया एक व्यक्ति, മൂന്നാം സ്വർഗത്തോളം ദർശനത്തിൽ പോയൊരുവൻ, और तीसरे स्वर्ग तक दर्शन में गया हुआ, पहुंचा हुआ एक व्यक्ति, തന്റെ കൂട്ടുവേദക്കാരന്റെ പേര്, उसके संगी कार्यकर्ता का नाम, അവരത് മനസ്സിലാക്കി കൊടുത്തു. उसको समझाया उसने. നമ്മുടെ ജീവിതത്തിൽ, हमारे जीवन में, നമ്മുടെ ചിന്തയിൽ, हमारे विचारों में, നമ്മുടെ സ്വഭാവത്തിൽ, हमारे स्वभाव में, നമ്മുടെ നോട്ടത്തിൽ, हमारे दृष्टि में, നമ്മുടെ സംസാരത്തിൽ, हमारी बोली में, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, हमारे लेन देन में, നമ്മുടെ ഇടപാടുകളിൽ हमारे व्यवहार में ആ സെബുലൂനെ പോലായിരിക്കുവാൻ നമുക്ക് കഴിയുമോ? സെബുലൂനെ പോലെ. हम ज़बूलून के समान हो सकते हैं. ന്യായാധിപന്മാരുടെ പുസ്തകം न्यायों की किताब 5-ാം അധ്യായം और उसका 5वां अध्याय 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, और उसका 18वां वचन पढ़ेंगे. ന്യായാധിപന്മാർ 5:18. न्यायों का किताब 5:18. ഒന്ന് നോക്കി അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? वहां पर देखें क्या लिखा हुआ है. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ उसके 18वें वचन में ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ऐसा लिखा है. Praise the Lord. हालेलुया. അത് വായിച്ചാട്ടെ. उसको पढ़कर पढ़ेंगे. जबूलून अपने प्राण पर खेलने वाले लोग ठहरे, അടുത്തത്, नप्ताली भी देश के ऊंचे ऊंचे स्थान पर वैसे ही ठहरे। ഓർക്കട മേടുകളിൽ നഫ്താലി നിൽക്കുമ്പോൾ, जब ऊंचे ऊंचे स्थानों पर नफ्ताली जब സെബുലൂൻ बैठा था. തന്റെ പ്രാണനെ ത്യജിച്ച വ്യക്തിയാ. जबूलून अपने प्राण पर खेलने वाला व्यक्ति है. ഇത് വിലയേറിയതായിട്ടെണ്ണല്ലേ? ये ജീവൻ വിലയേറിയതായിട്ടെണ്ണല്ലേ? ये उसके प्राण को, നിങ്ങൾ Breathe. മരിച്ചു, तुमने काम किया. നിങ്ങളുടെ പ്രാണൻ ക്രിസ്തുവിനോട് മറഞ്ഞിരിക്കുക. तुम्हारा प्राण जो है वो मसीह में छिपा हुआ है. നോക്കണമേ, ദാവീദിന് ഭയം വന്നപ്പോൾ, जब दाऊद भयभीत हो गया, ദാവീദ് മറ്റൊരാളെ കൊല്ലുവാൻ തയ്യാറായപ്പോൾ, जब वो मारने के लिए तैयार हो गया, ഒരു സ്ത്രീ അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, एक स्त्री उसके पास आकर कहती है, യജമാനനെ, हे मालिक, അങ്ങയുടെ പ്രാണനെ उसके जान को യഹോവ यहोवा ജീവഭാണ്ഡത്തിൽ
കെട്ടപ്പെട്ട് വെച്ചിരിക്കുക. उसके जीवन उसको बांध कर रखा है. ശബലോദമ്പുസ് 25 എടുക്കേണ്ട 29 വാക്യത്തിലാണ് उसको കെട്ടപ്പെട്ട് വെച്ചിരിക്കുക. उसको उसके जीवन को यहोवा ने बांध कर रखा है. കാൽവരിയിൽ നമുക്ക് പകരമായി ചൊരിഞ്ഞ ക്രിസ്തുവിന്റെ രക്തത്താൽ ओ कलवरी पर हमारे बदले मरा हुआ यीशु के लहू के द्वारा നമ്മെ വീണ്ടെടുത്തെങ്കിൽ हमको अगर उसने उद्धार दिया है तो പ്രാണന് വലിയതായിട്ട് കാണണ്ട. हमारे जीवन को हम बहु मूल्य नहीं जाने. ഇന്ന് മരിക്കുകയാണ്. अगर आज हम मरते हैं तो എന്റെ കർത്താവിന് വേണ്ടി हम प्रभु के लिए. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ प्रेरितों के काम में जब पढ़ते हैं 24 വായിക്കുമ്പോൾ 20 का 24 पढ़ेंगे, ഇങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. वहां पर इस प्रकार से लिखा है. അപ്പോസ്തല 24 प्रेरितों का काम 20 का 24. എങ്കിലും लेकिन ഞാൻ എന്റെ പ്രാണനെ मैं मेरे प्राण को വിലയേറതായി എണ്ണുന്നില്ല. मैं कुछ समझता ही नहीं हूं. എന്റെ ഓട്ടവും मेरा जो दौड़ है ദൈവകൃപയുടെ സുവിശേഷത്തിന് परमेश्वर के अनुग्रह के सुसमाचार के लिए, സാക്ഷ്യം പറയേണ്ടതിന് उसकी गवाही देने के लिए കർത്താവായ യേശു, प्रभु यीशु, അവിടെ വ്യക്തമായി പറയാ കർത്താവായ യേശു वहां पर बड़े साफ रीति से लिखा है प्रभु यीशु. ഏൽപ്പിച്ചിരിക്കുന്ന സൃഷ്ടി पर प्रभु ने सौंपा हुआ सेवकाई, അങ്ങനെ തന്നിട്ടുണ്ടോ? क्या ऐसा दिया है? നമുക്ക് അങ്ങനെ ഒന്ന് പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞു? क्या हमने इसको पा सके हैं? വെറും കൈയോട് വിടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. प्रभु हमको खाली हाथ नहीं लौटाना चाहता है. ഫോണിന്റെ അങ്ങേ തലക്കൽ സംസാരിക്കുന്നത് ആരെന്ന് വിവേചിക്കാനുള്ള ആത്മാവിനെ പ്രാപിച്ചോണം. फोन के उस बाजू में कौन सी आत्मा कौन बात कर रहा है कर परखने की आत्मा हमको पाना है. പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ, वो परखने की आत्मा. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ परमेश्वर ने सौंपा हुआ सेवकाई. എത്ര പേരോട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്? कितने लोगों से हम इसको बता सकते हैं? എന്റെ കർത്താവിനെ കുറിച്ച് എത്ര പേരോട് പറയാൻ കഴിയുന്നുണ്ട്? मेरे प्रभु के बारे में हम कितने लोगों को बता सकते എന്റെ हैं? വീണ്ടെടുപ്പുകാരനെ കുറിച്ച് എത്ര പേരോട് പറയാൻ കഴിയുന്നുണ്ട്? मेरे उद्धारकर्ता के बारे में कितने लोगों को बताते हैं? ദൈവത്തെ കുറിച്ച് എത്ര പേരോട് പറയാൻ കഴിയുന്നുണ്ട്? हम परमेश्वर के बारे में कितने लोगों को बता सकते हैं? അവിടെ പൗലോസ് പറയുന്നത് അങ്ങനെയാണ്. वहां पे पौलुस इस प्रकार से कहता है, എന്റെ ഓട്ടവും मेरा दौड़ ദൈവകൃപയുടെ സുവിശേഷത്തിന് और परमेश्वर के अनुग्रह की सेवकाई को സാക്ഷ്യം പറയേണ്ടതിന് गवाही देने के लिए കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണം. प्रभु यीशु मसीह से पाया हुआ सेवकाई पूरा करना है. ഒന്ന് പ്രാപിച്ചെടുക്ക്. ये पाकर देखिए, ഒന്ന് ദൈവസന്നിധിക്ക് परमेश्वर के सन्मुख में बैठो കരയെ, और रोक कर देखो, കരയെ. रोइए, സ്വർഗം തുറക്കും, स्वर्ग खुल जाएगा, സ്വർഗം തുറക്കും. आसमान खुल जाएगा. അറയിൽ കടന്ന് और कमरे में बैठकर വാതിലടച്ച് और अपने दरवाजे को बंद करके കാണുന്ന പിതാവിനോട് और रहस्य में रहने वाले पिता के साथ നിന്റെ ഭാരം ഒന്ന് പങ്കുവെക്കുമ്പോൾ आप अपने बोझ को जब बांटते हैं, സ്വർഗത്തിൽ നിന്റെ കൈ നീട്ടി उस स्वर्ग में से अपना हाथ बढ़ाकर നിന്നെ ആശ്വസിപ്പിക്കുവാൻ, वो तुझे आश्वासन देने के लिए, ആശ്വസിപ്പിക്കുവാൻ तुझे आश्वासन देने के लिए എന്റെ ദൈവം മതിയായ ദൈവമാണ്. मेरा परमेश्वर काफी है. ഒറ്റ വാക്യങ്ങൾ റോമാലേഖനം रोमियो की किताब 14 अध्याയം उसका 14वां अध्याय 8 വാക്യം. और उसका 8वां वचन. रोमी 14 का 8. റോമർ 14:8 रोमी 14 का 8. ജീവിക്കുന്നു എങ്കിൽ अगर जीवित हैं तो നാം കർത്താവിനായി ജീവിക്കുന്നു. प्रभु के लिए, മരിക്കുന്നു എങ്കിൽ और यदि मरते हैं तो കർത്താവിനായി മരിക്കുന്നു. प्रभु के लिए मरते हैं. അതുകൊണ്ട് इसीलिए ജീവിക്കുന്നു എങ്കിലും जीवित है तो भी, മരിക്കുന്നു എങ്കിലും मरे तो भी നാം കർത്താവിനുള്ളവർ തന്നെ. केवल हम प्रभु के ही हैं. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ये बात कितने लोग बड़े हिम्मत के साथ बोल सकते हैं? പേർക്ക് ഉറപ്പുണ്ട്? इस बात में कितने लोग हिम्मत के साथ बोल सकते हैं? കർത്താവിനുള്ളതാ. मैं प्रभु का हूं, ഇത് ഇവിടുത്തെ ഭർത്താവിനുള്ളതല്ല, इधर का पति का नहीं, ഞാൻ കർത്താവിനുള്ളതാ. लेकिन मैं प्रभु का हूं. ആ ദൈവത്തിനോട് നമുക്ക് ഇവരോട് നിൽക്കാം, और उस प्रभु के सामने बैठेंगे ആ ദൈവത്തിനോട് വാശിയോടെ നിൽക്കാം. और उस प्रभु के लिए जिद के साथ അവന്റെ जिएंगे വചനത്തിന്റെ ശബ്ദം കേട്ട് और उसके वचन को, वाणी को, आवाज को सुनकर അനുസരിക്കുന്ന और उसके आज्ञाओं को मानने वाले, അവന്റെ വീരന്മാരായി, उसके शूरवीर के रूप में, അവന്റെ ദൂതന്മാരായുള്ളവരെ उसके स्वर्गदूतों को लिए
യഹോവയെ സ്തുതിക്കുക. उसके यहोवा को धन्यवाद അവിടെ करें. ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് उसके स्वर्ग दूत करके बोला, മലക്കുകളെ അല്ല, वो स्वर्ग दूतों के लिए नहीं है, മാലാഖമാരെ അല്ല. वो स्वर्ग दूतों के लिए नहीं है. അതിനടുത്ത് ധന്യനായ പൗലോസ് പറയുന്നുണ്ട്, उसके लिए आशीष पाया हुआ पौलुस कहता है, രണ്ടാം ലേഖനം कुरिन्थियों की दूसरी अध्याय 8-ാം അധ്യായം और उसका 8वां अध्याय 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. और उसका 8:23 दूसरा कुरिन्थी 8 का 23 അവിടെ വായിക്കുന്നത്, തീത്തോസ് എനിക്ക് കൂട്ടാളിയും, तीतुस मेरा संगी തീത്തോസ് എനിക്ക് കൂട്ടുവേലക്കാരനും, और तीतुस मेरा साथी सेवक നിങ്ങൾക്ക് കൂട്ടുവേലക്കാരനും और तुम्हारे लिए सहकर्मी ആകുന്നു. हो बनता है. നമ്മുടെ സഹോദരന്മാരായ हमारे भाइयों, നമ്മുടെ സഹോദരന്മാരായ हमारे भाइयों സഭയുടെ ദൂതൻ कलीसिया में भेजे हुए दूत हैं. ഇരിക്കുന്ന സഭയുടെ ദൂതൻ ये यहाँ पर बैठे हुए सारे लोग यहाँ के इस कलीसिया के दूत हैं. ദൂതന്മാരുടെ ലക്ഷ്യം എന്തുവാ? और ये स्वर्गदूतों का इच्छा क्या है? ദൂതന്മാരുടെ ഉത്തരവാദിത്വം എന്തുവാ? और ये स्वर्गदूतों की जिम्मेदारी क्या है? ദൈവം എന്തു പറഞ്ഞാലും അനുസരിക്കുക. परमेश्वर जो कुछ बोलते हैं उसको मानना है. യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിന് यरूशलेम को नाश करने के लिए ഒരു ദൂതനെ അയച്ചു. एक स्वर्गदूत को भेजा, ആ ദൂതൻ നശിപ്പിക്കാൻ ഭാവിക്കുമ്പോൾ और जब वो स्वर्गदूत उसको नाश करने के लिए तैयार था, സംഭവിക്കാൻ പോകുന്ന അനർത്ഥത്തെ ദൈവം കണ്ടു. और जो संभव होने वाला है उसकी नाशक अनर्था, उसकी दूतनों बात ने- को सुन देखा परमेश्वर ने, നാശക ദൂതനോട് और वो नाश करने वाले स्वर्गदूत को बोला, മതി, उसने परमेश्वर ने कहा मदी। काफी है, काफी है, നിന്റെ കൈ പിൻവലിക്കാൻ പറഞ്ഞു. तेरे हाथ को वापस खींच ले. നമ്മുടെ സഹോദരന്മാർ हमारे पर भाई സഭയുടെ ദൂതന്മാരാ. ये कलीसिया के दूत हैं. നമുക്കുള്ള ഉത്തരവാദിത്വം हमारी जिम्मेदारी ദൈവത്തെ സ്തുതിക്കുക, परमेश्वर को प्रशंसा करना, അവന്റെ ശബ്ദം കേൾക്കുക, परमेश्वर की आवाज को सुनना, അവന്റെ വചനം കേൾക്കുക, उसके वचन को सुनना, അവന്റെ ആജ്ഞ അനുസരിക്കുക, उसके आज्ञा को मानना, അവന്റെ വീരന്മാരായി ഭൂമിയിൽ നിൽക്കുക. और उसके वीर बनकर इस दुनिया में रहना. അതിനുവേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. इस बुलाहट के साथ परमेश्वर ने हमको बुलाया है. വാക്കുകൾക്ക് വിരാമമിടുന്നു. मैं अपने बातों को यहाँ पे समाप्त करना चाहता हूँ. परमेश्वर सभी लोगों को मेरा प्रेम का वंदन. നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर हम सबको आशीष देने यीशु पाए. ही के संग रहना कितना चाहे, यीशु के लिए ही जीना कैसा भाग्य है, यीशु ही के संग रहना कितना चाहे, यीशु के लिए ही जीना कैसा भाग्य है, उसमें होता उम्मीदों का दायरा विशाल, उसमें होता उम्मीदों का दायरा विशाल, जीवन मेरा भाग्य उसका हो गया निहाल, जीवन मेरा भाग्य उसका हो गया निहाल, यीशु ही के संग रहना कितना अच्छा है, यीशु के लिए जीना कैसा भाग्य है, यीशु ही के संग रहना कितना अच्छा है, यीशु के लिए जीना कैसा भाग्य है, क्रूस पर उठाया उसने मेरे पापों को, खून से मिटाया उसने मेरे शापों को, क्रूस पर उठाया उसने मेरे पापों को, खून से मिटाया उसने मेरे शापों को, तेरा होता प्यार मेरा यही सोच कर, तेरा होता प्यार मेरा यही सोच कर, तेरे मिल रहा हूँ मिलन की आस कर, तेरे मिल रहा हूँ मिलन की आस कर, यीशु ही के संग रहना कितना अच्छा है, यीशु के लिए ही जीना कैसा भाग्य है, यीशु ही के संग रहना कितना अच्छा है, यीशु के लिए ही जीना कैसा भाग्य है, यीशु ही के संग रहना सब लोग अच्छा है, सब लोग के लिए ही जीना कैसा भाग्य है, यीशु ही के संग रहना कितना अच्छा है, यीशु के लिए ही जीना
ही के संग रहना कितना अच्छा है, यीशु के लिए ही जीना कैसा भाग्य है, यीशु ही के संग रहना कितना अच्छा है, यीशु के लिए ही जीना कैसा भाग्य है, यीशु ही के संग रहना. What was the last verse that you all read? आखिरी वचन जो हमने पढ़ा था वो कौन सा वचन है? What was the last verse? 2 Corinthians. What's that? 2 2 Corinthians 18, 8:23. 8:23. दूसरा कुरिन्थियों 8वां अध्याय उसका 23वां वचन. Not this verse. As for me to Romans 8:13. Open your Bibles. Don't look at this board. Romans, 14 का 8, not this. 14:8. Romans 14:8. You are confusing me. 14:8. All of you, open your Bibles. रोमियो 14 का 8वां वचन. Read 3 times louder. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും यदि മരിക്കുന്നുവെങ്കിലും हम നാം जीवित है तो प्रभु के കർത്താവിനുള്ളവർ लिए തന്നെ. जीवित है, यदि हम मरते हैं. Praise God. Praise the Lord. अमरावती आंटी नहीं आया? Any problem? रात को went away. What happened to her today? Amaravati's grandson was here. Mr. Akash. आकाश भी चला गया, माइक रखने के लिए गया. आकाश किधर? संडे स्कूल में था. राइट. इफ वी लिव. यदि हम जिए. How many of you understand this language? आप में से कितने लोग इस भाषा को समझ पा रहे हो? If we live, यदि हम जिए तो we live to the Lord 3 times. हम मसीह के लिए जीते. കർത്താവിനായി ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു. എപ്പോഴാ? ചത്തതിന് ശേഷമാണോ? நாம் பிழைத்தாலும் கர்த்தருக்கென்று பிழைக்கிறோம். பஸ். நாம் பிழைத்தால், இங்க இருக்கிற தமிழ் பேசுறவங்க எத்தனை பேர் இது தைரியமா சொல்ல முடியும்? మనము బ్రతికినను ప్రభు కోసమే బ్రతుకుచున్నాము. మనము బ్రతికినను ఎప్పుడు నుండి చెప్పగలవు నీవు? I don't know, something is wrong with me. मेरे साथ कुछ गलती है, मुझे ऐसा लगता है. I think something is wrong with me. मेरे अंदर कुछ गलती है, ऐसा मुझे लगता है. I think you are all correct. आप सभी लोग सही है करके मैं मानता हूँ. I want to apply this to me. और ये वचन मुझ में मैं लागू करने के लिए चाहता हूँ. Is it not meant for you? क्या ये वचन आपके लिए नहीं है? Is it not meant for you? आपके लिए वचन नहीं? Nobody is opening their mouth. कोई भी मुंह नहीं खोल रहा है. This is the problem with me. मेरे अंदर यही समस्या है. I understand this word is meant for me. और मैं समझता हूँ कि ये वचन मेरे लिए लागू है. How many of you understand this word is meant for you? आप में से कितने लोग समझ पा रहे हो कि ये वचन मेरे लिए है? If I live to the Lord. यदि मैं जीवित हूँ तो प्रभु के लिए जीवित हूँ. Singular. Speak in singular. If I live to the Lord. यदि मैं जीवित हूँ तो प्रभु के लिए जीवित हूँ. If you open your mouth and say, find out whether you are living for your wife. क्या आपकी पत्नी के लिए जी रहे हो? Whether you are living for your children. क्या आपके बच्चों के लिए आप जी रहे हो? Whether you are living for your husband. क्या आपके पतियों के लिए जी रहे हो? Whether you are living for this. या आप इसके लिए जी रहे हो? What is this? ये क्या है? What is this? ये क्या है? What is this? What a wonderful word it is. कितना अद्भुत एक वचन है. Shall we apply this for us?
क्या हमारे जीवन में हम उसको प्रयोग में लेकर लागू How करेंगे? long you will deceive yourself? आप कितना लंबे समय अपने आप को धोखा देते रहोगे? How long you will deceive my master? मेरे स्वामी को कितना समय तक धोखा दोगे? Stop deceiving him. और इन कामों को छोड़ दीजिए। Of course, you can't deceive him. लेकिन आप उसको धोखा बिल्कुल नहीं दे पाओगे, Because I apply these verses to ourselves. हम जब अपने जीवन में इसको लागू करते You हैं, don't like it. आप उसको पसंद नहीं करते हैं। You want to have your own way. आप आपके खुद के मार्गों में चलना चाहते हो, You want to fulfill your own desires. अपने खुद की इच्छाओं को पूरा करने चाहते You हो, want to fulfill your own plans. आपके खुद की योजनाओं को पूरा करने के लिए चलते You हो, want to be led by your own thinking. आपके खुद की बुद्धि से चलने के लिए चाहते हो। Oh, what a horrible life that we are leading. देखो कितना भयानक जीवन हम बिता रहे हैं। I am crucified with Christ, Paul says. पौलुस कहता मैं मसीह के साथ क्रूसित हूँ, I am crucified with Christ. मैं मसीह के साथ क्रूसित है। पौल कहता है Where is it? I am crucified with Christ. मैं मसीह के साथ क्रूसित हूँ। Now I am not living for myself. अब मैं मेरे लिए नहीं जी रहा हूँ। What a glorious life it would be if all these people are crucified with Christ and if they begin to live for Christ. कितना महिमन जीवन होगा जब हम मसीह के साथ क्रूसित होकर उस पर रहेंगे। I am crucified. मैं क्रूसित हूँ। Am I living for my Christ? क्या मेरे मसीह के लिए मैं जी रहा हूँ? Is that selfishness is crucified? क्या उस स्वार्थपन क्रूसित हुआ है कि नहीं? We are going to have a whole week of festival this week. हमारे पूरा सप्ताह एक पर्व के रूप में मनाया जाएगा। Festival week. एक पर्व का सप्ताह रहेगा। For us, it is a festival week. हमारे लिए ये पर्व का सप्ताह रहेगा। And many of you are having holidays. आप में से कई लोगों को छुट्टी है उस समय। How many days you are having holidays this week? इस सप्ताह में कितना दिन आपके लिए छुट्टी है? Please open your mouth and say, आपके मुंह को खोलकर बोलिए। all school going, college going students, please get up. स्कूल में और कॉलेज में जाने वाले सभी विद्यार्थी ये खड़े हो जाए। All school going, college going students, please get up. स्कूल और कॉलेज में जाने वाले सभी विद्यार्थियों इस समय खड़े हो जाए। This is a festival week for you. ये आपके लिए पर्व का सप्ताह है। Are all our youth here, brother? Are all our youth here? Please say, are all our youth here? हमारे सभी जवानों यहाँ पर है। I think some people we are missing. कुछ जवान यहाँ पर दिखाई नहीं देते हैं। That Stephen's, what's his name? Huh? Yes. Is he स्टीफन here? राजा सिंह। Please raise your hand. That's beautiful. Praise God. Wonderful. I'm happy to see all of your faces, beautiful faces. आपके सबके सुंदर चेहरा देखने में मुझे बहुत अच्छा लगता है। I think you are also happy to see me. और मुझे ये विश्वास है कि आप मुझे देखने में भी आपको बहुत खुशी होता होगा। You don't like that. नहीं, आपको अच्छा नहीं लगता है। You don't like that, right? But I will see my master's face. मैं मेरे स्वामी का मुख को देखूंगा। So, we are going to have 3 days. I have changed that man's name, Sivanandan. I have changed him to Anand. भाई शिवानंदम का नाम बदलकर मैंने आनंद कर दिया है। And therefore, Vishnu was there. I have changed him as Vishwas. विष्णु का नाम मैंने विश्वास कर दिया है। Praise the Lord. Praise the Lord. Is that right, Mr. Samuel? This was long back in this church. थोड़े सालों के पहले इस व्यक्ति यहाँ पर इस कलीसिया में थे। I declared some fasting prayer. मैंने उस समय एक उपवास की प्रार्थना का घोषणा किया And था they fixed some age limit. और उसके लिए मैंने ये उम्र रखा था। But this fellow was under that age. लेकिन इस लड़का उस उम्र से So, 10 and below, please sit down. 10 और उससे कम उम्र के बच्चे खड़े बैठ जाए। 10 से कम। 10 और उससे कम. 10 and less. 10 उम्र से छोटे जो बच्चे हैं वो बैठ जाए। Oh, beautiful. We have got a very good Palton. हमारे लिए एक अच्छा पलटन है। We have got very good Palton. Will you अच्छा please, पलटन है। will you please put the program? Will you please put the Palton? Program of the Palton. At night, रात को if you want, you can spend the time with your mother and father.
रात के समय आपका माता पिता के साथ चाहिए तो आप समय बिता सकते हो, But in the morning before 8, लेकिन सुबह को 8 बजे से पहले you are supposed to be here. आप यहाँ पर हाजिर होना जरूरी है। You are supposed to be here. आप यहाँ पर हाजिर रहना है। You now said, अब ये आपने बोला, if I live, यदि मैं जीवित हूँ, say the rest. Say the rest. बाकी बोलिए, Say the rest. बाकी बोलिए। If I live, यदि मैं जीवित हूँ, I live for whom? मैं किसके लिए जीऊंगा? So 3 days fasting, 3 दिन का उपवास, you will not die. आप नहीं मरोगे। Tell your mother, आपकी मम्मी से कहिए, tell your father, आपके पापा से कहिए, tell your sister, आपके बहन से कहिए, you will not die. आप नहीं मरोगे। What is that Samuel? It's not 10? I think he didn't understand me. Now maroge. You are 10. So you are supposed to stand. 10 man? Yeah, you are right. You are not a student. उनका मामा आ गया इसलिए भूल गया. See that? 10 and above. 10 और उससे अधिक उम्र, All unmarried fellows in our morning tea at 7:45. यदि आप चाहते हो तो सुबह 7:45 को चाय जब दिया जाएगा उसमें भी आप आकर भाग ले सकते हैं। Please come with your Bibles and song books. आपके गीत का पुस्तक और आपकी बाइबल के साथ यहाँ पर आइए। Why we are sending at 9 o'clock? क्यों हम आपको 9 बजे भेजते हैं? You will have proper sleep at home. ताकि आपको घर पे पर्याप्त आपको नींद मिले। Get up at 5 o'clock. सुबह 5 बजे उठकर Have family prayer with your father and mother. आपका मम्मी और पापा के साथ परिवार की प्रार्थना करके And wash up and dress up and walk out. और स्नान करके अच्छी से तैयार होकर तो चल कर आ जाइए। What the pastor started? पास्टर ने क्या बोला? Am I a soldier of the cross? Or of the Lamb? Shall I fear to own his cross? Or blush to speak his name? In the name, the precious name of him who died for me. Through grace I win the promised crown. Understand the song. Understand. My chorus. In the name, the precious name of him who died for me. Through grace I win the promised crown. Whatever my cross may be. നല്ല പോർ പൊരുതു ഞാൻ എൻ ക്രിസ്തൻ മത്തിൽ